അടുത്ത 7 ദിവസത്തിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ദ ചാരിയറ്റ്, ദ മൂൺ, ഓക്കെ, ഏസ് ഓഫ് കപ്സ്, ഗുഡ്, പേജ് ഓഫ് സോർട്സ്, ഹെയറോഫന്റ്, 8 ഓഫ് സ്വാർഡ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. കൂടുതലായി നിങ്ങളുടെ പേഴ്സൺ അവരുടെ ജോലിയിലേക്ക് കുറച്ച് കൂടുതൽ തിരക്കിലായിരിക്കും ഈ ആഴ്ച എന്ന് കാണുന്നു കേട്ടോ. കുറച്ച് ജോലിക്കാരപരമായ കാര്യങ്ങൾ, സേവിങ്സ്, കരിയർ, അങ്ങനെയൊക്കെ കുറച്ച് ബിസി ആവുന്നതായിട്ട് കാണുന്നു. ചാരിയറ്റ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്ര ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്നുകിൽ നിങ്ങളുടെ അടുത്തേക്കുള്ള യാത്ര ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക്, ജോലി സംബന്ധമായിട്ട് തന്നെ ആയിരിക്കും മൂവ് ചെയ്ത് പോകുന്നതായിട്ട്, നിങ്ങളെ വിട്ടു പോകുന്നതായിട്ടല്ല, ഒരു ചെറിയ യാത്ര വേണ്ടി വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, മൂൺ വെച്ച് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യും എന്ന് കാണുന്നു. കാരണം ലോങ് ഡിസ്റ്റൻസ് വരുന്ന അവിടെ തീർച്ചയായിട്ടും മിസ്സിങ് എനർജി ഉണ്ടാവും, ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യും എന്ന് തന്നെ കാണുന്നു. ഒരുപാട് സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇരിക്കുന്നത്. ഇനിയത്തെ ഒരാഴ്ചയും അങ്ങനെ തന്നെ ആയിരിക്കും. പേജ് ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുമായി കമ്മ്യൂണിക്കേഷനിൽ ഇവർ ഉണ്ടായിരിക്കും എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. ദൂരത്തിൽ പോയാലും അടുത്തിരുന്നാലും എല്ലാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഹെയറോഫന്റ് ആൻഡ് 8 ഓഫ് സ്വാർഡ്സ്, ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണിൽ ചിലരുടെയെങ്കിലും പേഴ്സൺ മാരീഡാണ് എന്നും കാണുന്നുണ്ട്. അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഇമാതിരി തടസ്സങ്ങളിലെല്ലാം പെട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ആ കേസിൽ അവർ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും എന്നും കാണുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ ഈ മാതിരി തടസ്സങ്ങൾ അവർ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നു. ക്ലാരിഫൈ ഹെയറോഫന്റ്. അവരെ മാരേജിൽ ഉള്ളപ്പോൾ തന്നെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ്. അവർ മനസ്സുകൊണ്ട് നിങ്ങളെ തന്നെയാണ് ഇരിക്കുക എന്നും കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 8 ഓഫ് സോർട്സ്, 8 ഓഫ് സോർട്സ്, 4 ഓഫ് കപ്സ്. അവിടെ തടസ്സങ്ങളിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ ഒരു മിസ്സിങ് എനർജിയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കും എന്നും കാണുന്നു. ഇത് നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിലത്തെ സിറ്റുവേഷനാണ് ഈ 2 കാർഡ്. ഓക്കെ,